കുടുംബാധിഷ്ഠിത കുടിയേറ്റ വിസ അപേക്ഷകളുടെ സൂക്ഷ്മ പരിശോധന കർശനമാക്കാൻ യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ഒരുങ്ങുകയാണ്. വിസ നേടാനായി വ്യാജ വിവാഹങ്ങൾ വ്യാപകമായ സാഹചര്യത്തിൽ ഇത് തടയാനായി യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വ്യാജ വിവാഹങ്ങൾ തടയുക, യഥാർത്ഥ ബന്ധങ്ങൾ ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് അധികൃതരുടെ നടപടി. കുടുംബാധിഷ്ഠിത കുടിയേറ്റം കൂടുതൽ ശക്തമാക്കുന്നതിലൂടെ അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കാനും രാജ്യസുരക്ഷ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് അറിയിച്ചു. യുഎസിൽ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ നിയമപരമായ സ്ഥിരതാമസ സ്റ്റാറ്റസിന് യഥാർത്ഥ ബന്ധങ്ങളിലുള്ളവർ അർഹരാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. വ്യാജ അപേക്ഷകൾ കുടുംബാധിഷ്ഠിത കുടിയേറ്റ വിസകളോടുള്ള വിശ്വാസം കുറയ്ക്കും. ഇത് അമേരിക്കയിലെ കുടുംബ ബന്ധങ്ങളെ തകർക്കും. അമേരിക്കക്കാരെ സുരക്ഷിതരാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. അപകടകാരികളായവരെ കണ്ടെത്തി പുറത്താക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ഓഗസ്റ്റ് 1 പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുതിയ അപേക്ഷകൾക്കും പഴയ അപേക്ഷകൾക്കും ബാധകമാണ്. പുതിയ മാർഗനിർദ്ദേശ പ്രകാരം വിദേശ പങ്കാളികളെ സ്പോൺസർ ചെയ്യുന്ന യുഎസ് പൗരന്മാർ തങ്ങളുടെ ബന്ധം യഥാർത്ഥമാണെന്ന് തെളിയിക്കുന്ന ശക്തമായ തെളിവുകൾ ഹാജരാക്കണം. വിവാഹം കഴിഞ്ഞവരുടെ ഫോട്ടോ, സാമ്പത്തിക രേഖകൾ, സുഹൃത്തുക്കളുടെ കത്തുകൾ എന്നിവ നൽകണം. ദമ്പതികൾ നിർബന്ധമായും അഭിമുഖത്തിന് ഹാജരാകണം. പഴയ അപേക്ഷകൾ വീണ്ടും പരിശോധിക്കും. തെറ്റായ കുടിയേറ്റ രേഖകളോ ഒന്നിലധികം സ്പോൺസർഷിപ്പുകളോ ഉണ്ടായാൽ കൂടുതൽ അന്വേഷണങ്ങൾക്കോ നാടുകടത്തൽ നടപടികൾക്കോ സാധ്യതയുണ്ട്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ മുൻകാല പശ്ചാത്തലവും അധികൃതർ പരിശോധിക്കും. H-1B വിസയിൽ വന്ന ശേഷം വിവാഹം കഴിച്ച് ഗ്രീൻ കാർഡ് എടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ ശ്രദ്ധിക്കും. ഗ്രീൻ കാർഡ് കിട്ടിയാലും മറ്റു പ്രശ്നങ്ങളുണ്ടെങ്കിൽ നാടുകടത്തും. ഒരു അപേക്ഷ അംഗീകരിച്ചാൽ മാത്രം ഒരാൾക്ക് ഇവിടെ താമസിക്കാൻ അനുമതി കിട്ടില്ലെന്ന് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ചൂണ്ടിക്കാട്ടി. വിവാഹ ബന്ധങ്ങൾ യഥാർത്ഥമാണോ എന്ന് ഉറപ്പുവരുത്താൻ പുതിയ മാർഗനിർദ്ദേശങ്ങൾ സഹായിക്കുമെന്ന് അധികൃതർ പറയുന്നു. അമേരിക്കൻ പൗരൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ വിവാഹം കഴിച്ചാൽ ബന്ധം തെളിയിക്കുന്ന രേഖകൾ നൽകണം. സംശയം തോന്നിയാൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർ വിവാഹ തട്ടിപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം മെയ് മാസത്തിൽ ആകാശ് പ്രകാശ് മക്വാന എന്ന ഇന്ത്യൻ പൗരൻ വിവാഹ തട്ടിപ്പിന്റെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. കുടിയേറ്റേതര വിസയായ J-1 വിസയുടെ കാലാവധി കഴിഞ്ഞിട്ടും രാജ്യത്ത് തുടർന്ന ഇയാൾ യുഎസ് പൗരനുമായി വ്യാജ വിവാഹം നടത്തി. തുടർന്ന് വാടക രേഖകളും യൂട്ടിലിറ്റി ബില്ലുകളും കെട്ടിച്ചമച്ചു. പിന്നീട് ഗാർഹിക പീഡനം നേരിട്ടുവന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുകയായിരുന്നു. ഇത്തരം സംഭവങ്ങൾ വ്യക്തിഗത വിവരങ്ങളുടെയും ബന്ധത്തിന്റെയും ആധികാരികത ഉറപ്പുവരുത്തുന്നതിനുള്ള ശക്തമായ പരിശോധനകളുടെ ആവശ്യകത എടുത്തു കാണിക്കുന്നുവെന്ന് യുഎസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് പറയുന്നു. വിവാഹ തട്ടിപ്പ് തെളിഞ്ഞാൽ തടവ് ശിക്ഷയും പിഴയും നാടുകടത്തലും ഉണ്ടാകാമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ഗ്രീൻ കാർഡ് നേടാനായി നടത്തുന്ന വിവാഹ തട്ടിപ്പുകൾ ഇങ്ങനെയാണ്. പണം വാങ്ങി ഒരു അമേരിക്കൻ പൗരൻ വിദേശ പൗരനെ വിവാഹം കഴിക്കേണ്ടത് തട്ടിപ്പുകളിൽ ഒന്നാണ്. ഒരു അമേരിക്കൻ പൗരനും വിദേശ പൗരനും തമ്മിൽ ഇടനിലക്കാരന്റെ സഹായത്തോടെ വ്യാജരേഖകൾ നിർമ്മിച്ച് നൽകി സ്ഥിരതാമസ സ്റ്റാറ്റസ് നേടാൻ ശ്രമം നടത്തുന്നത് മറ്റൊന്നാണ്. വിദേശ പൗരൻ അമേരിക്കൻ പൗരനെ കബളിപ്പിച്ച് വിവാഹം കഴിക്കേണ്ടതും മറ്റൊരു തരത്തിലുള്ള തട്ടിപ്പാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.